ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി നിരവധിയായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നോരോന്ന് കോടതി, താഴെക്കോടതി, ഹൈക്കോടതി എല്ലാം തള്ളിക്കളഞ്ഞാലും അപവാദ പ്രചരണങ്ങൾ പുതുതായി രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ ചിലർ ഗവേഷണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമല ഇൻ്റർനാഷണലിനെ സംബന്ധിച്ച് മുമ്പ് ഒരു വലിയ വാർത്ത ഉണ്ടായതാണ്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് മിണ്ടാട്ടമില്ല. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ കോടതി തന്നെ കുറ്റവിമുക്തമാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പീലുമായി പോയി CBI പുതിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് കേൾക്കേണ്ടതുള്ളൂ എന്ന മുന്നറിയിപ്പ് ഇപ്രാവശ്യം സുപ്രീം കോടതി തന്നെ മുന്നോട്ടേക്ക് വെച്ചിരിക്കുകയാണ്. ബിരിയാണി ചെമ്പിൽ സ്വർണം കള്ളക്കടത്ത്, കൈതോല പായിൽ കെട്ടിയ പണം, എല്ലാവർക്കും അറിയുന്ന നട്ടാൽ കുറുക്കാത്ത മുണ കേരളീയ സമൂഹത്തിൽ ചില ആളുകൾ പറയാനും ചില ആളുകൾ അത് പ്രചരിപ്പിക്കാനും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാനും ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. ഈ സന്ദർഭത്തിലാണ് ഷോൺ ജോർജിൻ്റെ ആരോപണവും വരുന്നത്. എക്സലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണ പരമ്പര മാധ്യമങ്ങളും UDFും BJPയും ഒരേപോലെ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. മാത്യു കുഴങ്ങാടനും ഇതുപോലുള്ള നിരവധിയായ കളവുകൾ മുന്നോട്ടേക്ക് വെച്ച അവസാനം കോടതിയിൽ നിന്ന് പ്രഹരമേറ്റ് ഒരു മൂലക്ക് ഇരിക്കുകയാണ്. അദ്ദേഹത്തെ കോടതിയുടെ പരാമർശത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവകാശമാക്കുന്ന നിലയാണ് ഉണ്ടായത്. എന്താണിതിലെ യഥാർത്ഥ സ്ഥിതിയെന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങൾ അവതരിപ്പിച്ച് വാർത്തയാക്കുന്ന സ്ഥിതി കേരളത്തിലെ UDFിൻ്റെയും BJPയുടെയും ഒപ്പം നിൽക്കുന്ന മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം ഏർപ്പാടായിട്ട് വരികയാണ്. ഇവിടെ വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം 2011 രജിസ്റ്റർ ചെയ്ത ലണ്ടൻ, ഇറ്റലി, ജർമ്മൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എക്സലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി. ഇങ്ങനെയുള്ളൊരു കമ്പനി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ കമ്പനിയുമായി വീണക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണല്ലോ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കേന്ദ്രം. അവരെന്നെ പറഞ്ഞു, വീണയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കമ്പനി അധികൃതർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സലോജിക് സൊല്യൂഷൻ എന്നാണ്. വീണയുടേതായിരുന്ന ആ കമ്പനി അതിന് എക്സലോജിക് കൺസൾട്ടിംഗ് കമ്പനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന കാര്യം ഇപ്പോഴും ചില മാധ്യമങ്ങൾ തന്നെ ശക്തിയായിട്ട് പറയുന്ന സ്ഥിതിയുണ്ടായി.